ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായി ബി രാഗേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി ലിസ്റ്റൻ സ്റ്റീഫനും ട്രഷററായി മഹാ സുബൈറും. എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് തോറ്റു. ഔദ്യോഗിക പാനൽ ജയിച്ചതിൽ സന്തോഷമെന്ന് പ്രസിഡന്റ് ബി രാഗേഷ്. പുറത്തുവന്നത് എല്ലാം വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചതെന്നും ബി രാഗേഷ് പറഞ്ഞു. എല്ലാവരും വിജയിച്ചു എന്നുള്ളതാണ്. ഫുൾ പാനൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാൾ പോലും തോറ്റുപോയിട്ടില്ല. എല്ലാവരും വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ചെറിയ മാർജിനല്ല. ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയുന്നില്ല, വെറുതെ പറയുന്നതാണ്. സത്യസന്ധമായ ആളുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഭൂരിപക്ഷം ജയിക്കാൻ സാധിച്ചതെന്നുള്ളതാണ്. സംഘടനാ പാടവമുള്ളവർ നേതൃത്വത്തിലേക്ക് വരുന്നതിൽ സന്തോഷമെന്ന് വിജയ് ബാബു പറഞ്ഞു. ഇവിടെ നിന്നിരിക്കുന്നവരെല്ലാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് ഈ 316 പേരും തീരുമാനിക്കുന്നു. അവർക്ക് വോട്ട് ചെയ്യണം. അപ്പം നമ്മളതിനെ ബഹുമാനിക്കുന്നു, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ ഇതിലൊരു ഫൈറ്റോ അങ്ങനെയൊന്നുമില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് യോഗ്യത ഉള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്നു, അവർക്ക് വോട്ട് കൊടുക്കുന്നു. അവർ വിജയിച്ചു, അവർ നടത്തട്ടെ. കൂടുതൽ വിശദാംശങ്ങൾക്കായി സൈഫുന്നീസ അലിയാറിലേക്ക്. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനൽ വിജയിച്ചിരിക്കുകയാണ്. ബി രാഗേഷാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സജി നന്ദിയാട്ടിനെയാണ് ബി രാഗേഷ് പരാജയപ്പെടുത്തിയത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സന്ദീപ് സേനനും സോഫിയ പോളുമാണ് വിജയിച്ചിരിക്കുന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റൻ സ്റ്റീഫനാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ മത്സരിച്ച വിനയനും ഒപ്പം തന്നെ കല്ലൂർ ശശിയും പരാജയപ്പെട്ടിരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും 2 പേർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഒന്ന് ആൽവിൻ ആന്റണിയും ഒപ്പം തന്നെ MM ഹംസയുമാണ്. ആൽവിൻ ആന്റണിയാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടിയ ആളും. ഇതുകൂടാതെ ട്രഷറർ സ്ഥാനത്തേക്ക് സജി നന്ദിയാട്ടിനെ പരാജയപ്പെടുത്തി മഹാ സുബൈർ ഇപ്പോൾ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ 14 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലെ ഭാരവാഹികൾക്കെതിരെ തുടരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒപ്പം തന്നെ വലിയ രീതിയിൽ പരാതികൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എല്ലാം ഉയർത്തി സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രതിനിധിയായി താൻ മത്സരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് പത്രിക നൽകിയിരുന്നു. പക്ഷേ ഈ പത്രിക തള്ളിപ്പോയിരുന്നു. പിന്നീട് എക്സിക്യൂട്ടീവിലേക്ക് മാത്രം മത്സരിക്കാം എന്നുള്ളതായിരുന്നു സാന്ദ്രയുടെ മുന്നിലെ വഴി. പക്ഷേ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ചപ്പോഴും 110 വോട്ട് മാത്രമാണ് സാന്ദ്രയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 316 അംഗങ്ങളുള്ള കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ 260 വോട്ടുകളാണ് ഇന്നുണ്ടായിരുന്നത്. ഇതിൽ പലർക്കും എക്സിക്യൂട്ടീവിലേക്കുള്ളവർക്ക് 130-ലേറെ വോട്ടുകൾ ലഭിച്ചു. പക്ഷേ സാന്ദ്രയ്ക്ക് 110 വോട്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സാന്ദ്ര ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഔദ്യോഗിക പാനലിന്റെ ഒരു നേട്ടമായി മാത്രം ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുള്ളൂ. ലിസ്റ്റൻ സ്റ്റീഫൻ സെക്രട്ടറി ആയിരിക്കുന്നു. ബി രാഗേഷ് പ്രസിഡന്റ് ആയിരിക്കുന്നു. ഒപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറിയായി ഒപ്പം തന്നെ ട്രഷററായും തന്നെ ഔദ്യോഗിക പാനലിൽ നിന്നുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്.